ഷെവൻ നല്ല പയ്യനാ. ഷെവൻ ഭയങ്കര പാവമാണ്. എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരാളാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് എല്ലാം ഉണ്ട്. സീരിയസ് അല്ല എപ്പോഴും. എല്ലാ ഒരു സിറ്റുവേഷൻ ആയാലും എങ്ങനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം. പാവാണ്, ദേഷ്യം തീരെ ഇല്ല അല്ലേ, നല്ല കുട്ടിയാണ്. ഫുഡാണ് മുഖ്യം. മെർലിൻ ചേച്ചി നല്ല പാവാണ്, ഭയങ്കര പാവാണ്. അവർ രണ്ടുപേരും തമ്മിലാണ്. സോ രണ്ടാളുടെയും കോംബോ അടിപൊളിയായിരിക്കും. അടിപൊളിയാണ്. അമ്മോ, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചോദിക്കുന്നു. അതിന് മാത്രം വലിയ കഥയുള്ള കുടുംബമൊന്നും അല്ലെന്നേ. അവൾ ഇപ്പഴാ കരച്ചില്ല. നിങ്ങൾ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാതെ മഴ പെയ്താലും ഭൂമിയിലൊക്കെ ആയാലും അങ്ങനെ ആയിരിക്കും. അത് മേക്കപ്പ് സക്സസ് ആയി. കാശ് കൊടുക്കാം. എങ്ങനെ അഭിനയിക്കുന്നത്? ഹായ് ഹലോ വേണ്ട, അല്ലാതെ നല്ല രീതിയിൽ ഓടുന്ന കുടുംബം. ഏത് കാര്യത്തിനും അവൻ മുന്നിട്ട് നിൽക്കും. നമ്മുടെ കൂടെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട്. എല്ലാരും നല്ലതായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് അവന്. ചെയ്യും പറയും, എടീ നീ അന്ന് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചില്ലല്ലോ എന്ന് പറയില്ലേ? അതുപോലാണോ ഞാൻ? ചേട്ടന് ഇപ്പൊ എന്താ വേണ്ട, സെറ്റാക്കാം. തരിപ്രാന്താന്ന് പറയും. അല്ലെ തന്നെ കണ്ടാ പറയും, കുഴപ്പമില്ല. സത്യം. റിച്ചി ഉണ്ടോ? റിച്ചി കണ്ടില്ലേ, ഭയങ്കര സ്നേഹമുള്ള റിച്ചി. ഇരിക്കി. എത്ര വയസ്സായത്? 9 മാസമായല്ലേ? ഹേയ് റിച്ചി, ഇനി ഞാൻ 10 വർഷം കണ്ടാലും നമ്മളെ ഓർത്തിരിക്കും. നമ്മുടെ ഡോക്ടർ മെർലിന്റെ വീട്ടിൽ നിന്ന് ആദ്യം പരിചയപ്പെട്ട ഒരാളാണ് ഈ ഇരിക്കുന്നത്. ഭയങ്കര ഫ്രണ്ട്ലി ആണ്. റിച്ചി എന്നാണ് പേര്. മെർലിൻ റെഡി ആയോ? മെർലിന്റെ അമ്മയാണോ? ആളെന്തി? നിങ്ങൾ 3 പേരും മാത്രമാണ് ഈ വീട്ടിൽ. 4-ആമതാരാ? 2 പേരായിരുന്നു അല്ലേ? അനിയത്തിയായിരുന്നു അല്ലേ? ഞാനടുത്ത് ഒറ്റപുത്രിയാന്ന് കരുതി ഇരിക്കായിരുന്നു. ഓക്കെ, കണ്ണടയൊക്കെ എടുത്ത് മാറ്റിയോ? നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. ഗൈസ്, നമ്മളിന്ന് വർക്ക് എടുക്കുന്ന ആരാണ്? കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ മെർലിൻ. ആ മെർലിനോട് ഒന്ന് കറങ്ങാൻ പറഞ്ഞപ്പം കാണിക്കുന്ന കണ്ടില്ലേ? എന്താണ് ഇങ്ങനെ? കുട്ടി കറങ്ങും. എത്രയോ പേഷ്യൻസിനെ കറക്കുന്നതല്ലേ? കുട്ടി കറങ്ങും. അപ്പം കാലിക്കറ്റ് വരുന്ന ഒരാളുണ്ടെങ്കിൽ വീഡിയോ കണ്ടുവച്ചു, ഷെയർ ചെയ്തു, പറഞ്ഞാൽ മതി ഡോക്ടറെ. അല്ല, ഈ വീഡിയോ ലോകം മുഴുവൻ കാണുമല്ലോ. അങ്ങനെ ആണെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ചെന്നിട്ട് ഈ മെർലിൻ്റെ വീഡിയോ കണ്ടു പറഞ്ഞു, ഡോക്ടറെ റീൽസ് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും നിങ്ങളോട്. തൻ്റെ ചേച്ചിയെ കുറിച്ച് തനിക്കൊന്നും പറയാനില്ല. അതെന്നാ ഇൻട്രോവേർട്ട് ആയിട്ടാണ്? അല്ല, ചേച്ചിയെ കുറിച്ച് ഒന്നും പറയാം. ഇത് കഴിഞ്ഞിട്ട് പറയാം. മെർലിനെ പറ്റി നേരത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒരു പ്രപ്പോസൽ വന്നു, അങ്ങനെയാണ് നേരിട്ട് കാണുന്നു, സംസാരിക്കുന്നു, പിന്നെ നോക്കി സംസാരിച്ചു, ഫീസിബിളാന്ന് തോന്നി, അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ കുഴപ്പമില്ല, ഹാപ്പിയാണ്. സീരിയസ് അല്ല എപ്പോഴും. അതായത് എല്ലാ ഒരു സിറ്റുവേഷൻ ആയാലും എങ്ങനെ കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. പപ്പ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, കാരണം എൻ്റെ അപ്പയുടെ ഫ്രണ്ടായിരുന്നു. അപ്പം അങ്ങനെ അങ്കിളിനെ എനിക്കറിയായിരുന്നു. അങ്ങനെ ഒരു പരിചയമുണ്ട്. അല്ലാതെ ഇപ്പോഴാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ പരിചയപ്പെടാൻ പറ്റിയത്. ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടെൻഷനുണ്ട്, നല്ല ടെൻഷനുണ്ട്. കാരണം ഇത്ര എല്ലാവരും ഇങ്ങോട്ട് തന്നെ നോക്കുമ്പോൾ ഉള്ള ഒരു ടെൻഷനുണ്ട്. പിന്നെ അല്ലാതെ നോക്കുമ്പോൾ എന്താ പറയുക, പുതിയൊരു ജീവിതത്തിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് പോലെ ഞാൻ കാണുന്നത്. അപ്പം നോക്കാം, എല്ലാവരും ആ ഒരു പോസിറ്റീവായിട്ട് ഞാൻ എടുക്കുന്നത്. അപ്പം ടെൻഷനുണ്ട്, ഇല്ലാന്നല്ല. പാവാണ്, ദേഷ്യം തീരെ ഇല്ല അല്ലേ, നല്ല കുട്ടിയാണ്. കുഴപ്പമൊന്നുമില്ല അല്ലേ? ഫുഡ് വേണം, ഫുഡാണ് മുഖ്യം. മെർലിൻ ചേച്ചി നല്ല പാവാണ്, ഭയങ്കര പാവാണ്. അവർ രണ്ടുപേരും തമ്മിലാണ്. സോ രണ്ടാളുടെയും കോംബോ അടിപൊളിയായിരിക്കും. അടിപൊളിയാണ്. ഹാപ്പി മാരിഡ് ലൈഫ്. ഹാപ്പി മാരിഡ് ലൈഫ്. ബെസ്റ്റ് ബോത്ത് ഓഫ് യു.
ഇതാരാ കുട്ടി ഇങ്ങോട്ട് വന്നേ? ഹായ്, എത്രല്ല പഠിക്കണേ? ഇന്ന് സ്കൂളിൽ പോകണ്ട, അവധിയാ? എവിടാ? ആ, ചെങ്ങന്നൂർ എമ്മമ്മയാർ. എന്താ പേരെന്താ? ഇന്ന് എന്തിനാ ഇവിടെ വന്നെന്നറിയോ? ആരുടെ? ഇത് ഏത് ചേച്ചിയാ? അമ്മ ചേച്ചിയുടെ കല്യാണമെന്ന് അവളെ തെറ്റി പറഞ്ഞ്. ആണോ? അതെന്നെ പറ്റി? ജോലി ആയില്ലേ? പഠിക്കുന്നേ ഉള്ളോ? പക്ഷെ ഇപ്പോഴത്തെ അമ്മമാർക്കൊക്കെ കുട്ടികളെ നേരത്തെ കെട്ടിച്ചു വിടണമെന്ന് ആഗ്രഹം. പക്ഷെ കുട്ടികൾക്കൊക്കെ മെല്ലെ കെട്ടിയാൽ മതിയെന്ന്. മെർലിൻ, ഞാൻ മെറിനോട് ചോദിച്ചു മെറിനെ കുറിച്ച്. അപ്പൊ എന്നോട് പറയാ അവളെ കുറിച്ച് എനിക്ക് പറയാനൊന്നുമില്ലെന്ന്. ആ, പിന്നെന്താ പറഞ്ഞേ? അവള് ഭയങ്കര ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞു. എവിടെ ഇൻട്രോ? മെല്ലിൻ പറയും. മെറിൻ അല്ല, ആ അതെ, ഇനിയിപ്പം തട്ടാനും മുട്ടാനും ഷേപ്പിനുണ്ടാവും. നീ എടുക്കാൻ, നീ ഇങ്ങോട്ട് ചേരും, അതിന് അങ്ങോട്ട് നോക്ക്. അങ്ങോട്ട് അങ്ങോട്ട്. ഓ, വെറൈറ്റി. നല്ല ഇതൊക്കെ പരിചയപ്പെടുത്ത ആരാന്ന്? ഇതെന്റെ പപ്പ, ഇതെന്റെ പപ്പയുടെ ഏറ്റവും മൂത്ത ചേട്ടൻ വർഗീസ്, അങ്ങനെ പേര് പറഞ്ഞു. ഇത് പപ്പയുടെ പെങ്ങള് പൊന്നമ്മേന്തി, ഇത് ആന്റിയുടെ കൊച്ചുമോള് മരിയൽ. അവളോട് ചോദിച്ചാ എന്തിനാ വന്നെന്ന് അവള് പറയും. എന്തിനാ വന്നേ? എന്റെ അച്ചാച്ചന കസിന, എന്റെ അച്ചാച്ചന്റെ ഭാര്യ ലിസി ചേച്ചി. ഇതെന്റെ പപ്പയുടെ കസിന പൊന്നച്ചാൻ, പൊന്നച്ചാന്റെ ഭാര്യ ലിസി ആന്റി, ലിസി അവരുടെ മോള് ആൽഫി, ഇത് ഞങ്ങളുടെ നെയ്ബർ ലിൻസി. ഞാനും അതായിട്ട് ഈ പരിപാടിയാണ്. പ്രശ്നം എന്താ അറിയോ? ഇവർക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് ഞങ്ങളെയൊക്കെ അറിയാമോ? എനിക്ക് ബന്ധങ്ങൾ അറിയാവുന്നതിന്റെ പ്രൂഫാണ്. ഇനി ഈ വീഡിയോ കാണുമ്പോ നിങ്ങളുടെ തലമുറകൾക്ക് മനസ്സിലാവില്ലേ ഇതാരൊക്കെയാണ്? എല്ലാരും മെറിനെ ചിരിച്ചത് അങ്ങോട്ട് ഇവരൊക്കെ പറ. എത്ര മേക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അവരുടെ മുഖത്ത് നോക്കി. കസിൻ ചേച്ചി ഈ പുള്ളി എക്സർസൈസ് ഉണ്ടായിരുന്നു. പറ ഇത് ആരൊക്കെയാ? ഇനി ചുമ്മാ ചിരിക്കുന്നതാണല്ലോ എന്ന് അറിയണ്ടേ? അതാ ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ എല്ലാരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. റോസി ആന്റി. ആ, തന്റെ ഫാമിലിയെ കുറിച്ചൊന്ന് പറഞ്ഞു. എന്റെ കുടുംബത്തെ കുറിച്ച് അമ്മോ, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചോദിക്കുന്നു. ഞാനും എന്റെ വലിയ കഥയുള്ള കുടുംബമൊന്നും അല്ലെന്നേ. നിങ്ങളുടെ വീട്ടുപേരെന്തുവാ? വിളപ്പറമ്പിൽ. ആ, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഏതിലെ? ഗൈനക്കോളജി. എത്ര വർഷമായി? ഒരു വർഷമേ ഉള്ളൂ. ആ, ഷെബിനെ ആദ്യം കണ്ട എവിടെ വെച്ചാ? ഷെബിനെ ശരിക്കും ആദ്യം കണ്ടത് ഷെബിന്റെ വീട്ടിൽ വെച്ചിട്ടാ. ഞാനും പപ്പ ഷെബിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഷെബിനെ ശ്രദ്ധിച്ചേ ഇല്ല. ഷെബിൻ പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്നും കണ്ടിട്ടുണ്ടെന്നും, പക്ഷെ ഷെബിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ കല്യാണമൊക്കെ ഉറപ്പിച്ച് പിന്നെ ഷെബിനെ കാണുന്നത്. ഷെബിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഷെബിൻ നല്ല പയ്യനാ. ഷെബിൻ ഭയങ്കര പാവമാണ്. എനിക്ക് ഓക്കെ ആയിട്ടുള്ള ഒരാളാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് എല്ലാം ഉണ്ട്. എനിക്ക് സെറ്റാണ്. ഇന്നലെ എപ്പോഴാ ലാസ്റ്റ് എന്ത് പറഞ്ഞത് വെച്ച്? ഗുഡ് നൈറ്റ്. അതായിരിക്കല്ലേ ന്യൂ ഇയർ വിഷ് ചെയ്തില്ലേ രാവിലെ? ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ നേരത്തെ എണ്ണീക്കാണല്ലോ, നീ വിളിച്ച് കഷ്ടപ്പെടണ്ടാന്ന്. ഞങ്ങളൊരു 9 മണിക്ക് ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് ഞാൻ കയറി കിടന്നുറങ്ങി. പക്ഷെ ഈ ദിവസം ഞങ്ങളുടെ ലൈഫിൽ എന്നും ഓർമ്മിക്കും, ബിക്കോസ് ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് അല്ലേ? അതെ. ഈ കഴിഞ്ഞ വർഷം നമ്മൾ കടന്നു പോകുമ്പോഴേ ലൈഫിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒരു ദിവസം എന്തായിരിക്കും, അല്ലെ ഒരു കാര്യം എന്തായിരിക്കും? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്. വീട്ടിലെ കാര്യങ്ങളുണ്ട്, ഹോസ്പിറ്റലിലെ കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഉണ്ടല്ലോ. എനിക്ക് അഡ്മിഷൻ കിട്ടിയത് ഞാൻ പ്രൊഫഷണൽ ലൈഫിലാണ്. ഞാൻ ആദ്യമായിട്ട് എടുത്ത ഡെലിവറി, ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിസേറിയൻ, അവിടുത്തെ കാര്യങ്ങൾ, പിന്നെ ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചത്, കല്യാണം തീരുമാനിച്ചത്, ഞങ്ങൾ മീറ്റ് ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. വിഷമം തോന്നിയത്? വിഷമിക്കാനുള്ളത് മാത്രമേ ആശുപത്രിയിൽ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷം കുറച്ച് കുറവും സങ്കടം കുറേ കൂടുതലുമായിരുന്നു എനിക്ക് ഈ കഴിഞ്ഞൊരു വർഷം ആക്ച്വലി. കൊച്ചിന്റെ കല്യാണം, കൊച്ചിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു. വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടെന്നായിരിക്കും അർത്ഥം. ഇതിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള ഇതിനെയാണോ അതിനെയാണോ? ഒന്നും പറയേണ്ട ആവശ്യമില്ല. അതന്നെ
അതെ മുമ്പേ ഒരാളോട് ചോദിച്ചോ പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല. ഇനി എന്താ പറയാനില്ലാത്ത? നിങ്ങൾ ഷെബിനോട് മിണ്ടിയിട്ടില്ലേ? വാടി ഇപ്പോഴല്ലേ പറ്റുള്ളൂ. നാളെ 5-ാം തീയതി കഴിഞ്ഞാൽ അവള് പിന്നെ റൂമിൽ കയറ്റത്തില്ല. ചേച്ചി അവൾ ഇപ്പഴാ കരച്ചില്ല, നീ കല്യാണം കഴിഞ്ഞാൽ തിരിഞ്ഞു വല്ല നോക്കത്തില്ലെന്നും പറഞ്ഞു. നിങ്ങൾ വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ. ഇല്ല നിങ്ങൾ എത്ര വയസ്സിന് വ്യത്യാസമാണ്? 6. അപ്പം ചേച്ചി എന്നുള്ളതാണോ ഒരു ഫ്രണ്ട് മൂഡാണ്? ഇവിടെ ആയിസ് ചേച്ചി എന്ന് വിളിച്ചിട്ടില്ല, അതറിയാവോ? പക്ഷെ നാളെ ഷെബിൻ വരുമ്പോ ഞാനത് പറഞ്ഞു, ഷെബിനെ അച്ചാച്ചാന്ന് വിളിച്ചോണോ? ആ ഷെബിന്റെ വീട്ടിൽ ഇവളെക്കാളും മൂത്ത 2 പിള്ളേരുണ്ട്. അതുങ്ങളെ ചേച്ചിന്ന് അച്ചാച്ചാന്ന് തന്നെ വിളിക്കണം. അതൊക്കെ ചെയ്യും. എന്നെ ചേച്ചിന്ന് വിളിക്കത്തില്ല. ഇവിടെ എടിമാളോ എടിമാളോ എന്നേ വിളിക്കാറുള്ളൂ. വേറെ എന്താ ചേച്ചി പെട്ടെന്ന് മനസ്സ് വരുന്നത്? നിങ്ങളുടെ ലൈഫിലെ കുറെ മൊമെന്റ്സുകൾ കാണുമല്ലോ. എനിക്കൊരു മൊമെന്റ് ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവൾക്ക് 2 വയസ്സും എനിക്ക് 8 വയസ്സുമുള്ള സമയം. നീ പെണ്ണ് നിൽക്കാൻ പോലും ആയിട്ടില്ല. എൻ്റെ കഷ്ടകാലത്തിന് ഇവള് നിന്ന് അതേ മുറിയിൽ ഞാനിരുന്ന് ഞാൻ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അലവലാതെ ഇതുപോലുള്ള ഏതോ ഷോക്കേസിൽ വലിച്ചു കയറി ഒരു ഫ്ലാസ്ക് ഉണ്ടായിരുന്ന തെളി താഴെ ഇട്ട് അത് പൊട്ടി. ആ ഫ്ലാസ്ക് പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പോലും അറിഞ്ഞത്. എന്നിട്ട് വന്നിട്ട് മമ്മി ഇതിനെ ഒന്നും ചെയ്യാതെ എന്നെ പിടിച്ചടിച്ചു. 2 വയസ്സുള്ള ഇതറിയാത്ത എന്നെ എന്തിനാ അടിച്ചത്? ചോദിക്കണം. 5-ാം തീയതി ഷെബിൻ വന്നു കഴിഞ്ഞ് ഇവിടെ വരുമല്ലോ, ആദ്യം ചോദിക്കണ്ടേ? പപ്പായും മമ്മി വിളിച്ചിരുത്തിട്ട് ആദ്യം ചോദിക്കും എന്തിനടിച്ചു? നിങ്ങളുടെ വീട്ടിൽ 5 പേരില്ലേ? 5 പേരുണ്ടെന്നാ പറഞ്ഞേ. അത് കുഞ്ഞോട്ടനെ കൂടെ കൂട്ടിയിട്ടാണ്. കുഞ്ഞോട്ടൻ വളരെ ഫ്രണ്ട്ലി. കുഞ്ഞോട്ടൻ ഇവിടെ അങ്ങനെയല്ലേ, കുഞ്ഞോട്ടൻ ഇവളുമായിട്ടാ കുറെ ഫ്രണ്ട്ലി. എനിക്ക് കുറച്ചുകൂടെ പട്ടിയെ പേടിയാ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അത്ര ഒത്തുപോകത്തില്ല. അവനെ കൊണ്ട് ഒരു ശല്യമില്ല. കള്ളം വന്നാലും അവനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പുള്ളി അവിടെ ആ കൂട്ടിൽ അങ്ങനെ കിടന്നു. അതാണ് കുഞ്ഞോട്ട്. ഞാൻ ഷൂട്ട് ചെയ്യാൻ വന്ന ഡോക്ടർ മെർലിന്റെ വീട്ടിൽ, മെറിൻ എന്ന് പറഞ്ഞാൽ മെർലിന്റെ അനിയത്തി ഉണ്ട് കേട്ടോ. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു കിഡിലും പോസ്റ്റ് കണ്ടിട്ടില്ല. അത്രയ്ക്ക് ക്രിയേറ്റീവ് സാധനമാണ്. കാരണം ഞാൻ പ്രിൻട്രസ്റ്റ് മുഴുവൻ നോക്കി ഗൂഗിൾ സെർച്ച് ഇങ്ങനെ സാധനങ്ങൾ. പക്ഷെ നോക്കി ഒരു വെറൈറ്റി സാധനം മാറി നിർത്തി കണ്ടോ എത്ര കിഴുതാൻ നോക്കി. ശരിക്കും ഈ പോസ്റ്റ് ഇതെങ്ങനെ ശരിക്കും നിങ്ങൾ പഠിച്ചു? ഓ ഇത് വേണം ഇങ്ങനെ പറഞ്ഞല്ലേ? പക്ഷെ ഒരു വളമാണ് മുമ്പോട്ട് കുഞ്ഞു രണ്ടുപേരും ഇങ്ങോട്ട് വന്നു. ഇടാ താൻ ഇങ്ങോട്ട് അങ്ങനെ കപ്പിൾസിനൊക്കെ എങ്ങനെ നിൽക്കാനുള്ളത്? ഇത് മരിയല്ല, ഞങ്ങൾ അച്ചാച്ചന്റെ മോളാ. പറഞ്ഞു വരുമ്പോ മരിയല്ല ഞങ്ങൾ കണ്ടൊരു ആന്റിമാരാ. അത് കറക്റ്റാ. അച്ചാച്ചന്റെ മോളാ. അവള് അങ്ങനല്ല, അവള് സ്ഥാനം കൊണ്ടല്ല ലുക്ക് കൊണ്ടായിരിക്കും ആന്റിന്ന് വിളിച്ചത്. അതാ ഞങ്ങള് പറഞ്ഞ ആന്റി ഒന്നും വിളിക്കണ്ട, ചേച്ചിനെ വിളിച്ചാൽ മതി. ചേച്ചിമാര് ലുക്ക് കൊണ്ടാന്ന് ആന്റിന്ന് വിളിച്ച, പ്രായം കൊണ്ടാന്ന് ആന്റിന്ന് വിളിച്ചത്. അവള് ചിരിച്ചു ലുക്ക് കൊണ്ട് നിങ്ങൾ ആന്റിമാരാന്ന് അവള് പറഞ്ഞത്. ഇനിയുള്ള ബന്ധുക്കളൊക്കെ ചോദിച്ചാൽ കയ്യിൽ നിന്ന് മതി. നിങ്ങൾ ജനിച്ചു വളർന്നൊക്കെ ഇവിടെ തന്നെയാണോ? ആണോ? ശരിക്കും അന്ന് വിശ്വസിക്കാൻ അല്ല, എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കാര്യം ഞാൻ അന്ന് കണ്ട കുട്ടിയല്ലോ ഇന്ന്. അതൊരു ചില വിശ്വാസക്കുറവുണ്ട്. കാരണം അന്ന് വന്നപ്പോ ഇങ്ങനെ ഇല്ലായിരുന്നു. പ്രീ വെഡിങ്ങിന് വന്നപ്പോ മൗത്ത് മുഴുവൻ പാടുകളൊക്കെ. ഇന്ന് ഭയങ്കര രസമല്ലേ? എങ്ങനെ അഭിനയിക്കുന്നത്? ഹായ് ഹലോ ഓടുന്ന കുടുംബം അറിയാം, വന്നിട്ടുണ്ട്, എനിക്കറിയാം. എല്ലാരും ഹാപ്പി മാരേജ് ലൈഫ് പറ. അപ്പൊ ഇന്ന് ഹാപ്പി എൻഗേജ്മെന്റ് പറഞ്ഞേക്ക് തുടങ്ങി. താങ്ക് യു. ഇതേ എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എല്ലാവരുടെ സ്ഥലം എവിടെയാ? ബാംഗ്ലൂരിൽ നിന്നാണോ? ഓ അടിപൊളി. ഓ താങ്ക് യു. ജോയപ്പച്ചനല്ലായിരുന്നു എന്റെ കല്യാണം കൂടുന്ന, ഞാൻ സെറ്റാക്കി തന്നിട്ടുണ്ട്. പപ്പയുടെ മമ്മിയുടെ, ഇത് പപ്പയുടെ കസിൻ, പുള്ളിക്കാരന്റെ വൈഫ്, മോള്, അതും 2 പേരും മക്കള്, അവരുടെ 2 പേരുടെ ഹസ്ബൻഡ്സ്, മക്കള്. ഓക്കെ. നിങ്ങൾ ബാംഗ്ലൂരിൽ എവിടെയാ? ഇന്ദിരാനഗർ. ഓക്കെ ഓക്കെ. ദുഃഖവെള്ളിയാഴ്ചക്ക് മുറ്റൂത്തി ഇനിയിപ്പോഴാ മുട്ടുന്നത്. ഇത് അമ്മ ഇവിടുന്ന് ചിരിപ്പിക്കേ. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു സാധനമാണ് മുഖത്ത് കാണുന്നത്. അപ്പം നമ്മളെ ഒരാൾ കാണുമ്പോൾ ഏറ്റവും ഗ്രേസ്ഫുൾ ആയിട്ടുള്ള മുഖം കാണുമ്പോഴാണ് കൊള്ളാം, ഇവർ ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് തോന്നുന്നു. നിങ്ങളുടെയൊക്കെ ലൈഫിൽ കഴിഞ്ഞ് 2025 കടന്നു പോയപ്പോഴേ ഉള്ള ഏറ്റവും നല്ല നിമിഷങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്കി. ചില വിഷമം, എല്ലാ മനുഷ്യനും വിഷമം. അയ്യോ അതുകൊണ്ട് ഇങ്ങനെ കൈ കുത്തുന്നു. നല്ല നിമിഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ കുത്തുന്നു വേണ്ടാന്ന് ഓർക്കുന്നുണ്ടോ? എല്ലാവരുടെ ലൈഫിൽ കാണില്ലേ? ഉണ്ടായിരിക്കും അല്ലേ? അതങ്ങോട്ട് ആലോചിച്ച് നിന്ന് ഒരു ഫോട്ടോ എടുക്കാം.
ചിലപ്പോൾ ചില ഫോട്ടോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തവർക്ക് ഇരിക്കും, നമുക്കറിയാം, ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ഈ ഫോട്ടോയുടെ മുമ്പ് വരുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആവും. നിങ്ങൾ ഇങ്ങനെ ക്യാമറയുടെ മുമ്പ് നിന്നിട്ടുള്ളൂ ഇത്രയും ചിരിച്ച്? ആദ്യമായിട്ടല്ലേ? അതാണ്. താങ്ക് യു. ആരാ ശരിക്കും? ഇതും പപ്പയുടെ ചേട്ടന്റെ ഭാര്യ. എത്ര വർഷം തൊട്ട് ഇതിനെ കാണുന്നയാ? എത്ര പ്രായം തൊട്ട്? ആണോ? കുഞ്ഞിലെ ഇതുപോലെ തന്നെയായിരുന്നു, ഇങ്ങനെയൊക്കെ വെക്കുമായിരുന്നു? അവള് പറയാ ഞാൻ അല്ലല്ല, ഷെവിൻ പറയും, എടീ നീ അന്ന് എന്നെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചില്ലല്ലോ എന്ന് പറയില്ലേ? അതുപോലെയാണോ ഞാൻ? ചേട്ടന് ഇപ്പൊ എന്താ വേണ്ട, സെറ്റാക്കാം. കൈ ഇങ്ങനെ വെച്ചു കേട്ടോ, ഇത് കണ്ടോ ഇപ്പൊ ഇങ്ങനെ ചിരിക്കണേ. അതെ, ഇങ്ങനെ ചിരിച്ച് സൈഡിൽ. തനിക്ക് ഈ സൈഡല്ലേ വേണ്ടേ? എടോ അങ്ങനല്ലോ, അല്ല തന്നെ കണ്ടാ പറയും, കുഴപ്പമില്ല. എന്നെ കൊണ്ട് പറയിപ്പിച്ച് 1-ാം തീയതി ആയിട്ട് ഞാൻ വളരെ 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 കൂളായിട്ട് സംസാരിക്കണമെന്ന് കരുതി. പക്ഷേ വളരെ ഒരു ഭ്രാന്താണ്. അല്ല അങ്ങോട്ട് ഇത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഗൈസ്, നമ്മുടെ സ്വന്തം കോഴിക്കോടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, സെറ്റ്. എന്തുകൊണ്ട് കല്യാണം കഴിക്കാൻ പോവാ? ഇതെന്റെ അമ്മയുടെ അമ്മ, അമ്മച്ചി, അമ്മയുടെ ഇളയ ആങ്ങള, ഭാര്യ, പിള്ളേര്. ഓക്കെ. 1997 ജൂൺ 12-ാം തീയതി ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടത്തി കൊടുത്ത അച്ഛനാണ്. അച്ഛന് ഇവർക്കും വലിയൊരു ഭാഗ്യമുണ്ട്, ഇവരുടെ മകളുടെ ഇന്ന് കല്യാണം നിശ്ചയം. അതിനും അച്ഛന് കൂടാൻ കഴിഞ്ഞു. സന്തോഷമല്ലേ അച്ഛാ? ഷെബിൻ എങ്ങനെയായിരിക്കും വരുന്നത്? മീശ എന്താ പുള്ളി ഇന്ന് എടുത്ത്? അങ്ങ് അല്ല എടുത്ത് ഇന്ന് രാവിലെ ഫോട്ടോ അയച്ചപ്പോ അല്ല, സീരിയസ് ആയിട്ട് അല്ല എടുത്തല്ല, ഇങ്ങനെ എന്തെങ്കിലും സൈഡ് പോയപ്പോൾ അങ്ങോട്ട് കയറിപ്പോയതാ. ഇങ്ങനെ വെച്ചോണ്ടിരുന്നു. സത്യമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞു, ഇവരുടെ വീട്ടിൽ 5 പേരുണ്ടെന്ന് പറഞ്ഞതിൽ ഒരാളാണ് ഈ കുഞ്ഞൂട്ടൻ. അപ്പൊ തന്നെ ഇവിടെ കിടന്നോളൂ, കുഴപ്പമുണ്ടോ? ആണോ? ഇവിടുന്ന് ഞാൻ ശരിക്കും ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്ക് മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? എല്ലാം മാറുമല്ലേ നമുക്ക്. ഇനി ഇപ്പൊ ഇത്രയും കാലം എനിക്ക് അവധി കിട്ടി എന്റെ വീട്ടിലോട്ട് വന്നാൽ വേറെ ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കണ്ടായിരുന്നു. ഇനിയിപ്പോ എങ്ങോട്ട് പോകണം, ആ വീട്ടിൽ പോകണോ, ഈ വീട്ടിൽ പോകണോ. അവൻ 2 ഫാമിലി ആവല്ലേ, അപ്പൊ അത് കുറച്ചും കൂടെ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ വീടും മുറിയൊക്കെ മിസ് ചെയ്യും. എല്ലാം മിസ് ചെയ്യത്തില്ലേ? നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം, നമ്മുടെ ബെഡ്, പില്ലോ, ചെയർ, ടേബിള്, ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല. ഷെബിൻ ഒരു ദിൽവാല ദുൽഹനിയ ലേ ജായേഗേ. കാരക്കാട് സീനായിക്കുന്ന് സെന്റ് മേരീസ് യാക്കോബായ ചർച്ച് ഇടവയിൽ കൂടി നടക്കുന്ന വിളപ്പറമ്പിൽ ശ്രീ VS തോമസിന്റെയും ശ്രീമതി മറിയാമ്മ തോമസിന്റെയും മകൾ ഡോക്ടർ മെർലിൻ തോമസും ആനപ്രാമ്പാൽ മാർത്തോമ ചർച്ച് ഇടവയിൽ കൂടി നടക്കുന്ന വരമ്പത്ത് വീട്ടിൽ ഷിബു സ്റ്റീഫന്റെയും ശ്രീമതി റോസമ്മ സ്റ്റീഫന്റെയും മകൻ ഷിബു സ്റ്റീഫനും തമ്മിലുള്ള വിവാഹത്തിന്റെ പൂർത്തീകരണത്തിനായിട്ടാണ് എല്ലാവരെയും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. മണവാട്ടിയെയും മണവാളിനെയും സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കുറി കൊടുക്കട്ടെ, കുറി വാങ്ങിക്കട്ടെ. എവിടെയാ സ്ഥലം? യുഎസിലാണോ? എൻ്റെ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് യുഎസിൽ. അപ്പൊ ഞാനിത് ഇട്ടേക്കാം കേട്ടോ. ചെക്കൻ്റെ മാവി. ഹായ്, സേ ഹായ്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പോരാ? അമേരിക്കയിലാണോ?
ലണ്ടൻ. ആ ഏത് വീഡിയോ കണ്ടേ? വീഡിയോ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ എപ്പോഴും കാണും. ഓക്കെ, താങ്ക് യു. അപ്പൊ ഈ കുറെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ. അപ്പൊ എന്തായാലും സന്തോഷം കേട്ടോ. ഫോട്ടോ എടുത്തോ? അപ്പം ഈ വീഡിയോയിൽ കാണാം, ഈ വീഡിയോ വരുമ്പോൾ കാണണം. ഓക്കെ, കണ്ടതിന് സന്തോഷം. വീഡിയോ കാണുന്ന വേറൊരാളുണ്ട്, അതായത് നമ്മുടെ ഷെബിന്റെ പപ്പായുടെ പെങ്ങളെ ഈ കൈ പിടിച്ചു തരുന്ന ആളുണ്ടല്ലോ. ഇത് നമ്മുടെ വീഡിയോ കാണുന്നതാണ്, അമേരിക്കയിലിരുന്ന്. ഭയങ്കര സന്തോഷമാണ്. യെസ്, യാ. ആ അത് അമേരിക്ക ചെല്ലുന്നതിന് മുമ്പ് ആൾക്കാർ ഇത് കാണട്ടെ. അതെ, ഈ ചേച്ചിയും കാണും. ഇങ്ങോട്ട് നോക്കി, അങ്ങ് അമേരിക്കയിലിരുന്ന് വീഡിയോ കാണുന്ന ആൾക്കാരാണ്. അതെ അതെ അതെ, നല്ല രസമല്ലേ, അടിപൊളിയല്ലേ? പിന്നെ ഇത് വരും US-ലേക്ക് വരും, അടുത്ത വർഷം വരും. ഇപ്പൊ സന്തോഷം കണ്ടയില്ലേ? ഓക്കെ. ഇവർ ആരൊക്കെയാണ് പറഞ്ഞോ? അതെ, എല്ലാരും ചിരിച്ച് നമുക്ക് യൂട്യൂബിൽ കാണാം. വാ, ഫ്രണ്ട് സർക്കിളാണോ? അതങ്ങനെ ഒരു കഥ വന്നേ? അല്ല, അതങ്ങനെ ഒരു കഥ ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ആ, നിങ്ങളുടെ ഓർമ്മയിൽ എങ്ങനെയാണ് ആ കഥ തുടങ്ങി? പഠിക്കുന്ന സമയത്ത് അപ്പൊ ആ പഠിത്തം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ജീവിതത്തിന്റെ അറിയാമല്ലോ, കഷ്ടപ്പാടുകളൊക്കെ ആയി ഓരോരുത്തർ ഓരോ ലെവലിലേക്ക് പോയി. അവസാനം വീണ്ടും താഴെ വന്നവരുടെ സമ്മാനം എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ താഴെ വന്ന സമ്മാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടെ വീണ്ടും കണ്ടുമുട്ടി. ആ കണ്ടുമുട്ടൽ അതങ്ങ് കൂടുതലങ്ങ് ഗാഢമായപ്പോ മക്കള് തമ്മിൽ ഗാഢമായി. ഓക്കെ, അതങ്ങനെ നടത്തുക. ഞങ്ങൾ ഇന്ന് അങ്ങനെ പോയി, അങ്ങനെ നടത്തുക. എത്ര വർഷത്തെ കമ്പനിയാണ് നിങ്ങൾ എല്ലാവരും? 40 വർഷമായോ? ആ, അടിപൊളി. അതാണ് കൊച്ചിന്റെ അപ്പനോട് ഓടിച്ചാടി നടപ്പും. കൊച്ചിന്റെ അപ്പനോടും കമ്പനിയായിരുന്നു. അങ്ങനെയായിരുന്നല്ലേ? ഓ, അങ്ങനെ കൈ കൊടുത്താണ്, ഇങ്ങനെ കൈ കൊടുത്തത്. അടിപൊളി. ഇങ്ങനൊരു സ്റ്റോറി ഇതിന്റെ പേരിലുണ്ടായിരുന്നു. ചില സിനിമകളിലൊക്കെ കാണുന്നതല്ലേ? അതെ, ഇങ്ങനൊരു കഥ ഉണ്ടായിരുന്നു. ഇങ്ങനെ ബന്ധുക്കളാണ് ആദ്യം. അടിപൊളി. ഓക്കെ, താങ്ക് യു. ഇതുവരെ ഉള്ളതിൽ ഏറ്റവും വലിയ സന്തോഷം കൊച്ചുമക്കളുള്ളതാണ്. മക്കളുണ്ടാകുന്നതിനെക്കാട് വലിയ സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. കേട്ടോടാ പറയുന്നത്? മക്കളെക്കാട്ടി സന്തോഷമാണ് കൊച്ചുമക്കൾ, ഗ്രാൻഡ് ചിൽഡ്രൻസ്, കുട്ടികളുണ്ടാകുന്നത്. ഇതിനെ ഉച്ചത്തിൽ വരുന്ന ഞങ്ങളെ അറിയിക്കുക. ഓ, നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കുറെ കഥകളുണ്ടായിരുന്നല്ലേ? നിങ്ങൾക്ക് ഇവരുടെ കഥ അറിയായിരുന്നോ? ഇവരുടെ കഥ, പഴയ കഥകളൊക്കെ ആരുടെ കഥ പറയേണ്ടത് പറ. ഈ മൊത്തം ഗ്രൂപ്പിന്റെ അറിയില്ല. എനിക്ക് ശിവചാച്ചന്റെ കഥയൊക്കെ അറിയാം, അല്ലാണ്ട് എല്ലാവരുടെയും കഥ അറിയില്ല. അതെ, അവിടേക്ക്. ഓക്കെ, യോ വെക്കാൻ പറ. അയ്യോ എന്നാണോ പറയാ? യോ എന്ന് പറയാൻ പറ. അപ്പം പപ്പയുടെ ബ്രദറ്. യെസ്. അപ്പം നമുക്കിങ്ങനെ കുറച്ച് സംസാരിച്ചാലോ? നമ്മുടെ ഷബിനെ കുറിച്ച് പറ. അവന്റെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ എന്തുവാ നിങ്ങളുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാണ്? ഞങ്ങളുടെ മനസ്സിൽ അവനെ ചെറുപ്പത്തിൽ അവൻ ജനിച്ചു വളർന്നത് ദുബൈയിലായിരുന്നു. ഞങ്ങൾ ദുബൈയിലായിരുന്നു. അവൻ്റെ എല്ലാ ടൈമിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവന് 10th കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന് ഇവിടെ പിന്നെ അവന് ബാക്കിയുള്ള ഹയർ സ്റ്റഡീസ് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയാണ്. ഷെബിൻ എന്ന് പറയുമ്പോൾ
മനസ്സിലേക്ക് വരുമ്പോൾ ഏത് കാര്യത്തിനും അവൻ മുന്നിട്ട് നിൽക്കും. നമ്മുടെ കൂടെ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട്. ചങ്ക് പറിച്ചാലും അവൻ മുന്നിൽ നിന്ന് മാറുന്ന ഒരു ടീമല്ല അവൻ. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഓർമ്മ. ഷെബിൻ നല്ലൊരു പയ്യനാണ്. എല്ലാരും നല്ലതായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് അവന്. ഇടപെടാൻ നല്ല പയ്യനാണ്. ഷെബിന്റെ മമ്മിയാണ് കേട്ടോ. ഇതാരാ ഷെബിന്റെ? പപ്പാടെ അനിയന്റെ ഉപ്പാപ്പന്റെ വൈഫ് അബുദാബിയിലാ. ഓക്കെ മനസ്സിലായി. ചെറുക്കനെ പറ്റി പറയുകയാണെങ്കിൽ അവനൊരു നല്ല ചെറുക്കനാണ്. അവനെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. ഞങ്ങൾ ഷെബിൻ എന്ന് പറഞ്ഞാൽ അവനെ വളർത്തിയത് ഞാനാണ്. ആളുടെ കൂടെ നിന്നാണ് വളർന്നത്. എൻ്റെ കൂടെ നിന്നാണ് വളർന്നത്. അവനെ എപ്പോഴും ഓർക്കുന്നത് അവൻ ഞങ്ങളിൽ നിന്ന് 3 വയസ്സായപ്പോഴത്തേക്കും അവൻ തിരിച്ചു പോയ ഒരു ദിവസമുണ്ട്. അതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ. നീ പറഞ്ഞോ? ലീലാൻഡ് കുറുക്ക് കൊടുക്കും. കുറുക്ക് കൊടുക്കണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഗ്ലാസ് ഉണ്ട്, സ്റ്റീലിന്റെ ഗ്ലാസ്. അതിനകത്ത് കുറുക്ക് നിറച്ചിട്ട് കാലിലേക്ക് ഇരുത്തും. 2 കാലിന്റെ ഇടയിലേക്ക് വെച്ചിട്ട് കൈ വെച്ചിട്ട് അവൻ കരയും. ലീലാൻഡ് ഒഴിക്കും, വീണ്ടും ഛർദ്ദിക്കും, വീണ്ടും ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് അവൻ. അത് കാണാറുണ്ട്. അത് കാണാറുണ്ട്. ഇൻസ്റ്റയുടെ പേരെന്തോ? ഫൈൻ ബോയ്സ് ടീം. ഓക്കെ, ഞങ്ങളെ കൂടെ ഒക്കെ ഫോളോ ചെയ്യോ? ബിനു സീൻസ്. ബിനു സീൻസ്.